Hello friends, welcome to another video of Sinju Tech Share. ഞാൻ ഇന്ന് അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്ന ഒരു ബ്രാൻഡഡ് ഡിസൈനർ ഓർ വർക്ക് സ്റ്റേഷൻ PC ആണ്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ലെനോവോയുടെ ThinkStation P3 ടവർ. അപ്പോൾ ഇതിന്റെ ബോക്സിംഗ് ഇങ്ങനെയാണ് വരുന്നത്, അത്യാവശ്യം ഹെവി ആണ്. അപ്പോൾ നമുക്കിത് പാക്ക് ഓപ്പൺ ചെയ്യാം. ഇതിന്റെ ബോക്സ് ഇങ്ങനെയാണ് വരുന്നത്, ഒരു ചെറിയ ബോക്സ് ആണ്. ഇതിൽ എനിക്ക് തോന്നുന്നത് പവർ കോഡും മൗസും ആയിരിക്കും ഉണ്ടാവാൻ സാധ്യത. ഇത് കീബോർഡ് വരുന്നുണ്ട്, പിന്നെ നമ്മുടെ CPU അകത്തുണ്ട്. ഞാനിത് ആദ്യം പുറത്തെടുക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ CPU യൂണിറ്റ്. ഈ ബോക്സിൽ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ബോക്സിൽ ഒരു മൗസ്, പവർ കോഡ്, പിന്നെ ജസ്റ്റ് ഡോക്യുമെന്റേഷൻ, പിന്നെ ഒരു കീബോർഡ് വന്നിട്ടുണ്ട്. ഒരു നല്ലൊരു വലിയ കീബോർഡാണ്, ഹെവി കീബോർഡാണ്, അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട്. വയേർഡ് കീബോർഡാണ് ഇതിൻ്റെ ഒപ്പം വന്നിരിക്കുന്നത്. ഇനി നമുക്കിത് കവറിൽ നിന്ന് ഇത് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്റൽ വി പ്രോ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ ഫ്രണ്ടിലായിട്ട് പവർ ബട്ടൺ ഉണ്ട്, ഒരു SD കാർഡിന്റെ ഒരു സ്ലോട്ട് ഉണ്ട്, ഹെഡ്സെറ്റും മൈക്കും ഉണ്ട്, 4 USB Type A പോർട്ടുകളുണ്ട്, ഒരു Type C പോർട്ട് ഉണ്ട്. നമുക്കിനി താഴെയോട്ട് വരാം. താഴെയായിട്ട് നമുക്ക് ഇതിന്റെ PCU കാണാം. തൊട്ട് മുകളിലായിട്ട് നമുക്ക് ആഡ് ചെയ്യാവുന്ന കാർഡുകളുടെ സ്ലോട്ടാണ്. ഞാൻ ഇതിൽ ഓൾറെഡി ഒരു ഗ്രാഫിക്സ് കാർഡ് ആഡ് ചെയ്തിട്ടുണ്ട്, NVIDIA. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പുറകെ പറയാം. പിന്നെ പോർട്ടുകളാണെങ്കിൽ ഒരു ജിഗാ ലാൻഡ് പോർട്ട് സ്ലോട്ട് ഉണ്ട്, 4 USB Type A സ്ലോട്ടുകളുണ്ട്, 2 DP പോർട്ടുകളുണ്ട്, ഒരു HDMI പോർട്ട് ഉണ്ട്. ഇതിന് VGA സ്ലോട്ട് ഇല്ല. പിന്നെ ഒരു സ്പീക്കർ ഔട്ട്പുട്ടും ബാക്കിലുണ്ട്. ഇനി നമുക്ക് ഇത് അഴിച്ചിട്ട് ഇതിന്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് ചെക്ക് ചെയ്യാം. ഞാനപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് സൈഡിൽ 2 ഫാനും ഇതിന്റെ അകത്തായിട്ട് ഒരു ഫാനും കാണുന്നുണ്ട്. അങ്ങനെ 3 ഫാനുകളാണ് വരുന്നത്. ഈ CPU-ന് ഒരു 750 വാട്ട്സിന്റെ ഒരു പവർ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് സ്റ്റേഷൻ ആയതുകൊണ്ട് ഇതിൽ നമുക്ക് കൂടുതൽ ആഡ് ഓൺ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് എപ്പോഴും ഒരു ഹൈ പവർ സപ്ലൈ ആവശ്യമാണ്. അപ്പോൾ ലെനോവോ അതിന് പറ്റിയ ഒരു പവർ സപ്ലൈ തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്, 750 വാട്ട്സിന്റെ. നമുക്ക് ഈ ഫാൻ റിമൂവ് ചെയ്യാൻ പറ്റും, അതൊന്ന് എടുത്തേക്കാം. ഓക്കെ, ഇങ്ങനെ റിമൂവ് ചെയ്തിട്ട് 2 ഫാനിന്റെ കണക്ടേഴ്സ് ഉണ്ട്, അതും ഇവിടുന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ അകം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ CPU-ന്റെ പ്രൊസസർ എന്ന് പറയുന്നത് i7-13700 പ്രൊസസറാണ്. അതായത് i7-ന്റെ 13th ജനറേഷൻ പ്രൊസസറാണ് K സീരീസിൽ വരുന്നത്. ഈ CPU-ന്റെ മദർ ബോർഡിൽ 4 DDR5-ന്റെ റാം സ്ലോട്ട് ആണുള്ളത്. 4800 ആണ് റാമിന്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത്. ഇതിന്റെ സ്റ്റോറേജ് ആയിട്ട് വന്നിരിക്കുന്നത് ഒരു 512-ന്റെ NVMe M.2 ഹാർഡ് ഡ്രൈവ് ആണ്. 2 ഹാർഡ് ഡ്രൈവ് അറ്റാച്ച് ചെയ്യാനുള്ള സ്ലോട്ട് ഈ മദർ ബോർഡിലുണ്ട്. ഏകദേശം ഇതാണ് ആ കാണുന്ന സംഭവം കേട്ടോ. പിന്നെ ഈ CPU തന്നെ ചെറിയൊരു സ്പീക്കർ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഈ മദർ ബോർഡിൽ 4 സാറ്റാ പോർട്ടിന്റെ സ്ലോട്ട് ഉണ്ട്. അപ്പോൾ സാറ്റാ ബേസ് ആയിട്ടുള്ള 4 ഹാർഡ് ഡ്രൈവുകൾ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ സ്പേസ് ഒന്നിനെ കൊടുത്തിട്ടുള്ളൂ, ബാക്കി നമ്മൾ എങ്ങനെയെങ്കിലും ടൈ ചെയ്തൊക്കെ ഫിക്സ് ചെയ്യേണ്ടി വരും. ഈ CPU-യിൽ ടോട്ടൽ 6 ഫാൻ ഉണ്ടെന്ന് നമുക്ക് പറയാം. ഒന്ന് പവർ സപ്ലൈയുടെ അകത്ത്, മറ്റൊന്ന് പ്രൊസസറിൻ്റെ അകത്ത്, പിന്നെ ഇവിടെ ഒരു ഫാൻ ഉണ്ട്, ഇവിടെ ഒരു ഫാൻ ഉണ്ട്, പിന്നെ എക്സ്റ്റേണൽ ആയിട്ട് 2 ഫാനിന്റെ ഒരു കേസും കൂടിയുണ്ട്. ഇതിന്റെ മദർ ബോർഡിൽ വയർലെസ് അഡാപ്റ്റർ കണക്ട് ചെയ്യാൻ ഒരു സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് അഡീഷണൽ ആയിട്ട് ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ഗ്രാഫിക്സ് കാർഡ്. ഇത് NVIDIA-യുടെ T1000 എന്ന് പറയുന്ന DDR6 8GB ഗ്രാഫിക്സ് കാർഡാണ്. ഇതിന്റെ മദർ ബോർഡിൽ 2 PCIയും 2 PCI Express സ്ലോട്ടുകളാണ് ഉള്ളത്. ഇത് പ്രീ ലോഡർ ആയിട്ട് Windows 11 Pro ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് പവർ ഓൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ PC ഓൺ ആയിട്ടുണ്ട്. ഇതിൽ മാക്സിമം ഇൻസർട്ട് ചെയ്യാവുന്ന ഹാർഡ് ഡ്രൈവ് സ്റ്റോറേജ് എന്ന് പറയുന്നത് 18 TB ആണ്. ഒരു ബ്രാൻഡഡ് PC-യിൽ ഗ്രാഫിക്സ് ഡിസൈൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മോണിറ്റേഴ്സ് വെച്ചിട്ടുള്ള വർക്കൊക്കെ ചെയ്യുന്നവർക്ക് ഒരു ആപ്റ്റ് ആയിട്ടുള്ള PC ആണ്. ഇതിന് ലെനോവോ 3 വർഷത്തെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലെനോവോ ThinkStation P3 ടവർ വർക്ക് സ്റ്റേഷൻ PC-യുടെ വില വരുന്നത് 6200 ദിർഹമാണ്. നാട്ടിലെ ഏകദേശം 1,41,000 രൂപ. നമുക്ക് PC ഒന്ന് ഷട്ട് ഡൗൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഷട്ട് ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്